ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അറിയില്ല എന്നതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടാതിരിക്കട്ടെ. കൂടെയില്ല എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്താതിരിക്കട്ടെ. നന്മ ചെയ്യുന്ന എല്ലാവരെയും അംഗീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന നന്മ. അപ്പോസ്തലന്മാർക്ക് സംശയമുണ്ട്, ഒപ്പം ഒരു വിദ്വേഷവുമുണ്ട്. നമ്മളോടൊപ്പം ഇല്ലാത്ത മറ്റൊരുവൻ ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു മാനുഷികമായ പരിമിതിയുടെ പേരാണത്. അസൂയ എന്ന് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളോടൊപ്പം ഇല്ല, നമ്മുടേതാകുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ അത് ചെയ്യുവാൻ പാടില്ല എന്ന് കാർക്കശ്യങ്ങൾ ഉണ്ടാവുന്നത് കാരുണ്യത്തോടെ ചിന്തിക്കുവാൻ പഠിക്കാത്തതിൻ്റെ പൊരുളാണ്. ഇങ്ങനെയുള്ള മനോഭാവങ്ങളാണ് ക്രിസ്തു ഇന്ന് തിരുത്തുന്നത്. നമുക്ക് എതിരല്ലാത്തവൻ നമ്മോടൊപ്പമാണ്. നന്മകൾ പരിപോഷിപ്പിക്കപ്പെടണം. അതാര് ചെയ്താലും എവിടെ ചെയ്താലും. അതിന് യാതൊരു തരത്തിലുള്ള നിബന്ധനകളോ അല്ലെങ്കിൽ പരിമിതികളോ ഉണ്ടാവുന്നില്ല. സ്ഥലകാലങ്ങൾക്കതീതമായി, വർണ്ണഭേദങ്ങൾക്കതീതമായി, സംസ്കാരങ്ങൾക്കതീതമായി അതെന്നും നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊന്നുകൂടി ക്രിസ്തു പറയുന്നുണ്ട്. മാനുഷികമായ നമ്മുടെ ജീവിത പന്താവുകളിൽ ആർക്കും ഒരു ഉതപ്പിന് കാരണമാവാതിരിക്കട്ടെ. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ ഒക്കെ തന്നെ. കാരണം പൂർണ്ണമായും നമ്മുടെ ജീവിത വിശുദ്ധി വഴി സ്വർഗരാജ്യം പ്രാപിക്കേണ്ടവരാണ്. ഒന്നുകൂടി ക്രിസ്തു ചേർത്തു പറയുന്നുണ്ട്, ചെയ്യുന്ന നന്മകൾക്കൊക്കെ പ്രതിഫലമുണ്ടായിരിക്കും. ഒന്നും വൃഥാവിലാവുകയില്ല, നഷ്ടമാവുകയില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലല്ലേ അത്. എല്ലാ മനുഷ്യരും അവൻ്റേതായ പരിമിതിയിൽ നിന്ന് ജീവിക്കുമ്പോൾ, അപരിമയമായ സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുവാൻ പഠിക്കുമ്പോൾ അതെത്ര ഉത്കൃഷ്ടമാകുന്നുണ്ട്. എന്നാൽ കാർക്കശ്യത്തോടെ ക്രിസ്തു പറയുന്നത്, ഉതപ്പിന് കാരണമാവാതിരിക്കട്ടെ, മറ്റുള്ളവരെ തിന്മയിലേക്ക് വഴി നടത്തുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. വ്യക്തിപരമായി തന്നെ അവനവൻ ശ്രദ്ധിക്കേണ്ട ജീവിതത്തെക്കുറിച്ച് കൂടി ക്രിസ്തു പറയുന്നുണ്ട്. കണ്ണോ കരങ്ങളോ പാദങ്ങളോ ഒക്കെ തിന്മകൾക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനോടെങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന് കാഠിന്യത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. അത് മുറിച്ച് കളയുവാനും ചുഴന്ന് കളയുവാനും ഒക്കെ പറയുമ്പോൾ ഒരക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളതല്ല. നമ്മുടെ ജീവിതം എത്രമാത്രം പൂർണ്ണതയുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെയും ജീവിതത്തിൻ്റെ തിന്മകൾക്കും ആരുടെയും ജീവിതത്തിൻ്റെ അധംപതനങ്ങൾക്കും നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നും കാരണമാവാതിരിക്കട്ടെ. എന്തുമാത്രം ശ്രദ്ധയും കരുതലും ആവശ്യമുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത് പോലും. അതുകൊണ്ടാണ് നിൻ്റെ കയ്യോ നിൻ്റെ പാദങ്ങളോ കണ്ണുകളോ ഒക്കെ പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ അത് അറുത്തു മാറ്റുവാനും മുറിച്ചു മാറ്റുവാനും ചുഴന്നു മാറ്റുവാനും ഒക്കെ പറയുന്നത്. അങ്ങനെ അപൂർണമായി നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കുന്നതാണ് ഈ തിന്മ നിറഞ്ഞ പൂർണ്ണതയോടുകൂടി പ്രാപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്നൊരു ചൊല്ലുകൂടി. നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അനുഗ്രഹമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. അത് മറ്റുള്ളവർക്ക് തിന്മകൾക്ക് കാരണമാവാതിരിക്കട്ടെ. ചെറു നന്മകളിലൂടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുവാനും നോട്ടങ്ങളിലും വാക്കുകളിലുമൊക്കെ എന്നും വിശുദ്ധി പരത്തുവാനും സാധ്യമാവട്ടെ. അസൂയ കൊണ്ടും അസ്വസ്ഥത കൊണ്ടും നമ്മുടെ വിശുദ്ധമായ ജീവിത അന്തരീക്ഷങ്ങളിൽ മലിനപ്പെടുത്താതിരിക്കട്ടെ. നന്മകൾ കാണുവാനുള്ള കണ്ണും മനസ്സും ഹൃദയവിശാലതയും ഉണ്ടാവട്ടെ. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന ഏറ്റവും സുന്ദരവും വിശുദ്ധവും ലാളിത്യവുമുള്ള ജീവിതം നമുക്കുമുണ്ടാവും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കൊച്ചു ജീവിതം യഥേഷ്ടം മതിയാവുക തന്നെ ചെയ്യും. ആമേൻ.